പഴയ വാതിൽ ഊരിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുതിയ വാതിലുണ്ടാക്കിയത്. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലിലേക്ക് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഒരു നിർമ്മാണമൊക്കെ നടന്നത് എങ്ങനെയായിരുന്നു? ഡോറ് നമ്മൾ മരം എടുത്തത് തൃശ്ശൂരിൽ നിന്നാണ്. പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്. സാധാരണ ഈ ഇളവള്ളിയിലൊക്കെ അല്ലേ നമ്മൾ ചെയ്യാറ്? നമ്മളിവിടെ വെച്ച് ചെയ്യാറുണ്ട്. അത്രയ്ക്കുള്ള കാര്യമുള്ളത്. അവിടെ നിന്ന് കൃത്യ അളവെടുത്ത് കൊണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തപ്പോൾ അദ്ദേഹം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കേസിൽ ഒന്നാമത്തെ പ്രതിയാണ്. അതിപ്പോൾ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ വന്നപ്പോൾ പറയാമെന്നല്ലാതെ നേരത്തെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. 5 വർഷം മുമ്പത്തെ കാര്യമാണല്ലോ. അദ്ദേഹം ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിവാദങ്ങൾ തുടങ്ങിയതിന് ശേഷം ബന്ധപ്പെടുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഫസ്റ്റ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം വരണേൻ്റെ ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ശബരിമല ഡോറിൻ്റെ അടിയിൽ സ്വർണ്ണവാതിൻ്റെ അടിയിൽ ചെമ്പിൻ്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ ഡോർ വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഡോറായിട്ട് ബന്ധമൊന്നുമില്ല. അന്ന് ഇത് ഞാൻ ചാനലിൽ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തോന്നുന്നു ചാനലിൽ വന്നത്. അന്ന് രാത്രി വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാർ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല, അതിൽ മുള്ളാണി അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി വിളിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയുമ്പോൾ ആൾ വെച്ചു. ഏത് സാഹചര്യത്തിൽ ഈ പുതിയ വാതിൽ നിർമ്മിക്കുന്നത് എന്നന്ന് വല്ലതും പറഞ്ഞിരുന്നു? അത് അന്ന് കേട് വന്നിട്ടാണ്. അതിൻ്റെ എലി കിടക്കുന്നുണ്ടായിരുന്നു ആ ഡോറിൽ, മരം കേട് വന്നിട്ട്. അദ്ദേഹം ഈ അവസാനം വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ചു. എന്നിട്ട് ചോദിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, നന്ദകുമാരെ ഞാൻ വിളിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ല, അതിൻ്റെ ഇടയിൽ നിങ്ങൾ മുള്ളാണി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിൻ്റെ കൂടുതലൊന്നും പറയാതെ വെക്കുകയും ചെയ്തു. അപ്പം തന്നെ വെച്ചു. അതായത് ഇപ്പോൾ ഈ സംശയിക്കുന്നുണ്ട്, അതായത് ഈ ചെമ്പുവാളി വച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് താങ്കളെ പെടുത്താനൊരു ശ്രമം നടന്നതാണോ? എന്നെ പെടുത്തേണ്ട കാര്യമില്ലല്ലോ, ഞാൻ മരമായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. എന്നെ പെടുത്താൻ ഒരു അർത്ഥത്തിലാൾക്ക് പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ മരത്തിൻ്റെ പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞതിന് ശേഷമുള്ള ഇതേ കണ്ടിട്ടുള്ളൂ. ചെമ്പ് പൊതിഞ്ഞിട്ടുള്ള അടക്കം വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ ഇളവള്ളിയിലാണ് ഈ നിർമ്മാണമല്ല, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും നിർമ്മിച്ച അവിടെ വെച്ച് ചെയ്യാറൊക്കെ ഉണ്ട്. അല്ല, നമ്മൾ ഇവിടെ വെച്ച് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതായത് ഈ ബാംഗ്ലൂരിൽ നിന്ന് ഡോറ് ചെയ്തതിന് ശേഷം പിന്നീട് ശബരിമല കൊണ്ടുപോയി അത് ഇണക്കി നോക്കി വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. ഉണ്ട്. അത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. സ്ഥലം എനിക്കറിയില്ല. അതൊക്കെ ഇപ്പോൾ വന്നപ്പോഴാണ് എനിക്കറിയണത്. ഡോർ അവിടെ വെച്ച് ചെയ്തു, ബാംഗ്ലൂർ വെച്ച് ചെയ്തു. അത് ഇയാൾ മുമ്പ് അവിടെ പൂജ ചെയ്തിരുന്നതാണ് പറയണത്. ഈ ശ്രീരാമപുരത്ത് അമ്പലത്തിൽ അവിടെ വെച്ചിട്ട് ചെയ്യണം നിർബന്ധം പറഞ്ഞിട്ടാണ് അവിടെ ഞങ്ങളൊരാഴ്ച ഉണ്ടായിരുന്നു അവിടെ. ഈ പോലീസിൻ്റെ ഒക്കെ അനുമതിയൊക്കെ ആരായിരുന്നു എടുത്തു തന്നത്? അത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ശബരിമല എന്താ പറയുക, ഈ അവരുടെ സമരം ഉണ്ടായില്ലേ, പ്രവേശനം, ആ പ്രവേശനത്തിൻ്റെ ഡേറ്റ് അന്നത്തെ 1-ാം തീയതി, ആ നട തുറക്കണ 1-ാം തീയതി, അന്ന് അതിൻ്റെ തലേദിവസം പോയത്. അപ്പോൾ ഭയങ്കര പോലീസ് സെക്യൂരിറ്റി ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, അവിടെ പോലീസിന് ഒരു അടി കിട്ടിയെടുക്കുകയാണ്, ഞങ്ങളോട് അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ തൽക്കാലം. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കിടന്നു. എന്നിട്ട് ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം എന്നിട്ട് പോയത്. എന്നിട്ട് പഴയ വാതിൽ ഊരിയെടുത്തിട്ടാണ് അളവൊക്കെ എടുത്തത്. എന്നിട്ട് അത് അതുമ്പോൾ തന്നെ കൊളത്തിട്ടു. ഉണ്ടായിരുന്നു ഇത് ഊരിയെടുത്ത് പരിശോധിക്കുന്ന സമയത്ത്? മന്ത്രിയൊക്കെ ഉണ്ട് തോന്നുന്നു, പിന്നെ മുരാരി ബാബു അവരൊക്കെ ഉണ്ട്. പോലീസൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. അത് ഫുള്ള് അനുമതി ഉണ്ടായിരുന്നു എന്നാണെന്ന് പറഞ്ഞു. അതിപ്പോൾ അങ്ങനെയാണല്ലോ. അത് പുതിയ ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അളവെടുക്കാനാണ് പോയത്. ഈ പഴയ ഡോറിൽ നിന്ന് ആകെ നമ്മൾ അതിൻ്റെ ലോക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ തന്ത്രി പ്രത്യേകം പറഞ്ഞു, അത് സ്പെഷ്യലായിട്ടുള്ളൊരു പൂട്ടാണ്, കോൽപൂട്ട്. അത് അതിന് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ആ ലോക്ക് അതുമ്പോൾ തന്നെ വെക്കണം. 2 ലോക്കും പഴയ തന്നെ വെച്ചു. ആ ഡോറിൽ എത്ര സ്വർണ്ണം ഉണ്ടായിരുന്നു അന്ന്? സ്വർണ്ണം തന്നെയായിരുന്നു പൂശി? സ്വർണ്ണമായിരുന്നോ? സ്വർണ്ണത്തിൽ പൊതിഞ്ഞ വാതിലായിരുന്നു. അത് ചെമ്പിൻ്റെ മുകളിലാണ് സ്വർണ്ണം പൊതിയ. അത് മുഴുവനായിട്ടും സ്വർണ്ണം പൊതിഞ്ഞതായിരുന്നു. അതെ. ഈ രണ്ടാമത് ഡോർ നിർമ്മിച്ചപ്പോൾ അതേ കട്ടിയിലുള്ള സ്വർണ്ണം ആയിരുന്നോ ഈ രണ്ടാമത് ഡോർ? കട്ടിയുടെ കാര്യം നമുക്കറിയില്ല. കണ്ടപ്പോൾ ഒരു നോട്ടത്തിൽ നമ്മൾ അറിയില്ല. അത് പ്ലേറ്റിംഗ് അല്ലേ, സ്വർണ്ണത്തിൻ്റെ കണക്കൊന്നും നമുക്കറിയില്ല. അദ്ദേഹം നിർദ്ദേശങ്ങൾ തന്നിരുന്നു വർക്ക് നടക്കുന്ന സമയത്ത്? ഇല്ല, നമുക്ക് എന്താ പറയുക, അതുപോലെ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, നിർദ്ദേശങ്ങളൊന്നുമില്ല.